ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ അത് ചെറിയൊരു കഥയല്ല, അത് വീട് കയ്യേറിയ ഒരമ്മയുടെയും മകൻ്റെയും കഥയാണ്. എന്നെ ഈ പെരുവഴിയിലൂടെ നടത്തിക്കുന്നതും ഈ വീടിൻ്റെ മെയിനായ എന്നെപ്പോലും വകവയ്ക്കാത്ത അമ്മയും മകനും, അവരുടെ കഥയാണിത്. കഥയിലോട്ട് പോകാം. ഇതാണ് അവൻ്റെ എണ്ണം കെട്ട തള്ള. പക്ഷേ പാവമാണ്. പക്ഷേ ചെറുക്കൻ അങ്ങനെയല്ല. നാട്ടുകാരെ കൂടെ പേടിയാണെങ്കിലും കയ്യിലിരിപ്പ് ചെറുതൊന്നുമല്ല. ആര് ഫ്രണ്ടിൽ വന്നാലും ഓടി വരും. പ്രത്യേകിച്ച് ഞാൻ വന്നു കഴിഞ്ഞാൽ ഒറ്റ കേസിന് മാത്രം തീറ്റ കിട്ടാൻ വേണ്ടി മാത്രം, അല്ല അതൊരു നന്ദിയുമില്ല. നോക്കണം, നോട്ടം കണ്ടോ? അവിടെ എന്തോ സൗണ്ട് കേട്ടതിൻ്റെ പേരിലാണ്. തീറ്റ കഴിഞ്ഞ് അവൻ്റെ നക്ക് കണ്ട കയ്യും കാലും നക്കാണ്. അമ്മട്ടെല്ലാം കഴിഞ്ഞ് എൻ്റെ ബെഡേ കയറി ഒരു കിടപ്പുണ്ട്. ഈ കിടപ്പും കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കിടക്കുമ്പോൾ ഞാൻ കണ്ണും തുമ്പും. എന്തെങ്കിലും ചോദിച്ചാൽ കാട്ടിലോട്ട് കയറിപ്പോവും. അപ്പിടാനാണ് പറയുന്നത്. പക്ഷെ അതിനല്ല, അവനവിടെ എന്തോ കാര്യമുണ്ട് കണ്ടോ. പക്ഷെ പേടിയാണ്. ഒന്ന് ഓടി വിളിക്കുന്നു. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഇഷ്ടപ്പെടില്ല, അപ്പം ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മര്യാദക്കിരിക്കുന്ന തള്ളയുടെ പുറത്ത് ഉരുണ്ട് കയറലാണ് ചെറുക്കൻ്റെ പരിപാടി. പിന്നെ മരം മാന്തി പറിച്ച് അതിൽ എത്രയാണെന്നറിയോ, അവൻ്റെ മാന്തലുണ്ടാവും കടുവയാണെന്ന വിചാരം. അമ്മട്ട് മര്യാദയ്ക്ക് കടന്നു പോണ തള്ളയുടെ പുറത്ത് ഉരുണ്ട് കയറുക എന്നുള്ളതാണ് അവൻ്റെ വീണ്ടുമുള്ള ലീലാവിലാസങ്ങൾ. ഉച്ചക്കുള്ള പരിപാടിയാണ് കേട്ടോ. തള്ളയുടെ പുറത്ത് കയറുക പിന്നെ എന്നാ ചെയ്യേണ്ടതെന്നറിയോ? പക്ഷേ ആള് പാവാട്ട കേട്ടോ, ഞെക്കി കൊല്ലുക. എന്നിട്ട് തള്ളയെ പറഞ്ഞാൽ മതിയല്ലോ, തള്ളേനെ വളർത്തി വഷളാക്കി. തന്തയേക്കാൾ മോശമായൊരു ചെറുക്കനുണ്ടായിപ്പോയതിൻ്റെ ഒരു ദുഃഖത്തിൽ എന്നും എല്ലാം മറന്നുകൊണ്ട് ആരോടൊന്നും പറയാതെ വീടിൻ്റെ ഒരു മൂലക്കിൽ എവിടെയെങ്കിലും മാറി ആരോടും പറയാതെ ധൈര്യപൂർവ്വം വന്നിരിക്കും. ഇടയ്ക്ക് എൻ്റെ അടുത്തും വന്നിരിക്കും. എന്ത് ചെയ്യാൻ? ആരോട് ഈ വിഷമങ്ങളൊക്കെ പറയും? കണ്ടില്ലേ ആ മുഖത്ത് വരുന്ന വിഷമങ്ങൾ. പക്ഷെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കൈ നക്കിയോ കാല് നക്കിയോ അവിടെ നിന്നൊന്നും പറയാതെ തിരിഞ്ഞിറങ്ങിപ്പോവും. പക്ഷേ ചെറുക്കൻ ഇത് വല്ലതും അറിയേണ്ട ആവശ്യമുണ്ടോ? ചെറുക്കനെ നോക്കിയിരിക്കുന്നുണ്ടോ? അവിടെ ഇപ്പോൾ കിടപ്പുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നോക്കിക്കോ. എവിടെയാന്ന് നോക്കണം. കണ്ടോ കിടക്കണ കിടപ്പുണ്ടോ? അവൻ വെയിൽ കഴിഞ്ഞിട്ട് കിടക്കണ കിടപ്പാണ്, ഉള്ള കുത്തിത്തിരിപ്പെല്ലാം കാണിച്ചിട്ട്. ഇതോടുകൂടി ഈ കഥ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം. പോട്ടെ.